കൊല്ലങ്കോട് ICDS തട്ടിപ്പ് നടത്തിയത് ജെം പോർട്ടൽ ഉപയോഗിച്ച്. ഇടനിലക്കാരെ ഒഴിവാക്കി ഇടപാട് നടത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ജെം പോർട്ടൽ. ഒരേ സാധനത്തിന് ഒരേ കമ്പനിക്ക് പല തവണയായി ഓർഡർ നൽകിയാണ് ICDS പണം തട്ടിയതെന്നാണ് മനസ്സിലാകുന്നത്. ഇടപാടുകളിൽ ഉദ്യോഗസ്ഥരും കച്ചവട സ്ഥാപനങ്ങളും തമ്മിൽ വഴിവിട്ട നീക്കങ്ങൾ നടന്നതിനും തെളിവുകൾ പുറത്തുവരികയാണ്. ജെം പോർട്ടൽ വഴി കൊല്ലങ്കോട് ICDS 2 തവണയായാണ് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയത്. 2 ഓർഡറും നൽകിയത് ഒരേ സ്ഥാപനത്തിന്. TV വാങ്ങിയതാവട്ടെ 3 തവണയായി. ഒരേ മോഡൽ TV ഒരേ സ്ഥാപനത്തിന് 3 തവണയായി ഓർഡർ നൽകി. ഇതാണ് തട്ടിപ്പിന്റെ ശാസ്ത്രീയ രീതി. 5000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ ജെം പോർട്ടൽ വഴി വാങ്ങുമ്പോൾ ടെൻഡർ ഒഴിവാക്കാം. പകരം 3 സ്ഥാപനങ്ങളുടെ വില താരതമ്യം ചെയ്യണം. 10 ലക്ഷത്തിൽ കൂടുതൽ തുകയുടെ സാധനങ്ങളാണെങ്കിൽ ജെം പോർട്ടൽ വഴി തന്നെ ടെൻഡർ വിളിക്കണം. ഇതാണ് വ്യവസ്ഥ. ഇത് മുതലെടുത്ത് തട്ടിപ്പ് നടത്താനാണ് ഒരേ സാധനം പലതവണയായി ഓർഡർ നൽകുന്നത്. ടെൻഡർ വിളിക്കണമെന്നുള്ള വ്യവസ്ഥകൾ ഇതുവഴി മറികടന്നു. ജെം വഴി ടെൻഡർ വിളിച്ചാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. ഇത് മറികടക്കാനായാണ് പലതവണയായി സാധനങ്ങൾ വാങ്ങിയത്. സ്പ്ലിറ്റ് പർച്ചേസ് പാടില്ലെന്ന് സംസ്ഥാന സ്റ്റോർ പർച്ചേസ് നിയമവും കേന്ദ്ര ഫിനാൻസ് റൂളുമുണ്ട്. വില കൂടിയ സാധനങ്ങൾ ജെമ്മിൽ വില കുറച്ച് കാണിച്ചും തട്ടിപ്പ് നടത്തി. ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച ഏജൻസിക്ക് തന്നെ ഓർഡർ ലഭിക്കുന്നതിനായി രഹസ്യധാരണ ഉണ്ടാക്കിയാണ് ഇത് നടത്തുന്നത്. ഓർഡർ ലഭിച്ചാൽ വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും വിതരണം ചെയ്യുക. ഗ്രൈൻഡർ ഓർഡർ ചെയ്തപ്പോൾ പകരം മിക്സി വന്നതും, മീഡിയ പ്ലെയറിന് പകരം ടോയ് പിയാനോ വാങ്ങിയതും, മരത്തിന്റെ ഷൂറാക്ക് പ്ലാസ്റ്റിക് ഷൂറാക്കായി മാറിയതുമെല്ലാം ഇങ്ങനെയാണ്. വിപണിയിലില്ലാത്ത ഗൗരി എന്ന ബ്രാൻഡ് പെൻഡ്രൈവിന് കൊല്ലങ്കോട്ടെ ICDS ഓർഡർ നൽകിയതിന് കാരണം ഇത് തന്നെ. പ്രൊഫഷണൽ ലാർജ് TV എന്നതിനാണ് ഓർഡർ നൽകിയത്. രണ്ടാമത്തെ സ്ഥാപനത്തെക്കാൾ 1,37,995 രൂപ കുറവ് കാണിച്ച KM ടെക്നോളജീസിനാണ് ഓർഡർ നൽകിയത്. ഒറ്റ നോട്ടത്തിൽ ഒരു തെറ്റും കാണില്ല. അംഗൻവാടിയിൽ എത്തിച്ചതാകട്ടെ സാധാരണ TV. നിലവിൽ അംഗൻവാടിയിൽ എത്തിച്ച ഫീച്ചറിലുള്ള TV 7000 രൂപ മുതൽ ജെമ്മിൽ ഉണ്ടായിരിക്കെയാണ് 15,376 രൂപയ്ക്ക് വാങ്ങിയത്. ഈ വർഷം ജൂലൈ 7 രാവിലെ ഓറ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന് 17 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകി. മണിക്കൂറുകൾക്കകം തന്നെ പണം നൽകാൻ ഉത്തരവിട്ട അസാധാരണ സംഭവങ്ങളുമുണ്ട്. അവശ്യ സർവീസ് അല്ലാത്ത ഏതെങ്കിലും സർക്കാർ സ്ഥാപനം രാത്രി 9 മണിക്ക് തുറന്ന് പ്രവർത്തിക്കാറുണ്ടോ? ഇല്ലെന്നായിരിക്കും ഉത്തരം. എന്നാൽ കൊല്ലങ്കോട് ICDSൽ സാധനങ്ങൾ വാങ്ങിയത് രാത്രി 9 മണിക്കും ഓഫീസ് സമയം തുടങ്ങുന്നതിന് മുൻപുമാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.